അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, നമ്മൾ കുറച്ച് നാളായിട്ട് നല്ല തോതിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ഒന്നാണ് സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്നതൊക്കെ അല്ലേ. ഞാൻ രാഷ്ട്രീയം പറയാൻ ആളല്ല, രാഷ്ട്രീയം പറയുന്ന ആളുമല്ല. പക്ഷെ ഞാൻ സംസാരിക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാമിൻ്റെ തത്വങ്ങൾ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ, ലോകത്ത് സമാധാനത്തിൻ്റെ മതമാണ് ഇസ്ലാം എന്ന് ലോകം അംഗീകരിക്കുന്ന പരിശുദ്ധമായ ഈ ദീൻ, ഈ പരിശുദ്ധമായ ദീനിനെ ഇസ്ലാമിൽ നിന്നും പുറത്തു പോയ ചില ആൾക്കാർ, അവര് ഇസ്ലാമിനെ കുറിച്ച് മോശവൽക്കരിച്ച് പറയുമ്പോഴും ഇസ്ലാമിൽ നിന്ന് പുറത്തുണ്ടായിരുന്ന ആൾക്കാർ ആ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത് കാണുമ്പോഴാണ് ഏറ്റവും സന്തോഷം. പരിശുദ്ധമായ ദീൻ എന്ന് പറയുന്നത് ഇന്നല്ലാഹ യഹ്ദി മൻ യശാ എന്നാണ്. അത് അള്ളാഹു ഉദ്ദേശിച്ചവർക്കേ അതിൽ അള്ളാഹു സ്ഥാനം കൊടുക്കുള്ളൂ. അപ്പം ഞാൻ ജനിച്ചത് മുസ്ലിമായിട്ടാണ് എന്ന് പറഞ്ഞതിനെ കൊണ്ടായില്ല. ആ ഇസ്ലാമിൻ്റെ തത്വങ്ങൾ അംഗീകരിച്ചത് മനസ്സിലാക്കി ജീവിക്കാൻ ഒരു ഭാഗ്യം വേണം. അത് ലഭിക്കാത്തവരാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതും അങ്ങനെ പുറത്തുപോയി ആ ഇസ്ലാമിനെ മോശവൽക്കരിച്ച് പറയുന്നതും. ഇവിടെയാണ് സന്ദീപ് വാര്യർ പറഞ്ഞ ഒരു വാക്യം. അദ്ദേഹം പറയുകയുണ്ടായി, BJP വിട്ട് RSS ഒക്കെ ഒഴിവാക്കി കോൺഗ്രസിലേക്ക് വന്നപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ രണ്ടാം ഖലീഫ, ഇസ്ലാമിൻ്റെ രണ്ടാം ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം അദ്ദേഹം പറയുകയുണ്ടായി. ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്ന, സഹാബാക്കൾ എവിടെ കണ്ടാലും അടിച്ചിരുന്ന, എത്രത്തോളം എന്ന് പറഞ്ഞാൽ സഹാബാക്കൾ പോലും മുന്നിൽ പോകാൻ പേടിച്ചിരുന്ന പെൺകുഞ്ഞ് അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ അവരെയൊക്കെ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്ന ആ കാട്ടാള സ്വഭാവത്തിൽ ജീവിച്ചിരുന്ന ഒരാൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി വന്ന് പിന്നെ മാനസാന്തരം വരികയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ സൂറത്ത് ത്വാഹ എന്ന ആ സൂറത്ത് സ്വന്തം പെങ്ങൾ ഓതുന്നത് കേൾക്കുകയും അത് ചോദിച്ചറിഞ്ഞ്, അതിൽ നിന്ന് ഞാനിതിനെ വിശദീകരിക്കുന്നില്ല, അത് മനസ്സിലാക്കി ആ ഊരിപ്പിടിച്ച വാളുമായി തന്നെ ആരെയാണോ താൻ കൊല്ലാൻ പോയത് അവരുടെ മുന്നിലേക്ക് ചെന്ന് നിന്ന് മുട്ടുകുത്തിയിരുന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അവിടെ നേരിട്ട് പറയുമ്പോൾ വ അന്നക മുഹമ്മദ് റസൂലുള്ളാഹ്, ഷീം താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് വരികയും ആ പരിശുദ്ധമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വന്ന ഒരു മനുഷ്യനെ ഒരു കളങ്കവുമില്ലാതെ സ്വീകരിക്കുകയും അങ്ങനെ അള്ളാഹു ഹിദായത്ത് കൊടുക്കുകയും ലോകത്തെ തന്നെ ഏറ്റവും നീതിമാനായ ഭരണാധികാരിയായി മാറുകയും ചെയ്ത്, എത്രത്തോളം നമ്മുടെ ഗാന്ധിജി പോലും പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ ഇഷ്ടപ്പെടുന്നത് ഉമറിൻ്റെ ഭരണമാണ് എന്ന് റളിയല്ലാഹു അൻഹു. അത്രയും വലിയൊരു മഹാന്റെ ആ ചരിത്രം ഇവരൊക്കെ പഠിച്ചു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ടായിരുന്നു. അതായത് തൻ്റെ മാതാവ് RSSന് കൊടുത്തായ സ്ഥലവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അമ്മയെ ഞാൻ ബഹുമാനിക്കുകയും അമ്മയുടെ വാക്കിനെ ഞാൻ തിരസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഉമ്മയുടെ അല്ലെങ്കിൽ മാതാവിൻ്റെ കാൽപാദത്തിനടിയിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ചൊരു സമുദായമുണ്ട് നമ്മുടെ നാട്ടിൽ. അരൺ പരിശുദ്ധമായ ദീൻ, ആ ദീനിൻ്റെ തത്വങ്ങൾ ഇവരൊക്കെ മനസ്സിലാക്കുമ്പോഴും ഇസ്ലാമിലാണ് ഞാനൊരു എക്സ് മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് തോന്നിവാസം വിളിച്ച് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇവരെയൊക്കൊന്ന് കണ്ടു പഠിക്കാൻ ശ്രമിക്കണം. പരിശുദ്ധമായ ദീൻ എന്താണെന്ന് കൃത്യമായി അറിയാൻ പറ്റണം. ആ പരിശുദ്ധമായ ദീൻ ഒരിക്കലും ഒരാളെയും ഉപദ്രവിക്കാൻ പറയുന്നില്ല. എവിടെയും സ്നേഹവും സമാധാനവും, തൻ്റെ അയൽവാസികൾ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് ഹബീബ് പഠിപ്പിച്ചതായ ഒരു മതമുണ്ട്. അതാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ഇനിയും ഒരുപാട് പേർക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ, എല്ലാവർക്കും ഹിദായത്ത് അള്ളാഹു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.